കുവൈറ്റിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, വ്യാജ ബാങ്ക് രേഖകൾ ചമയ്ക്കൽ എന്നീ കേസുകളിൽ ഉൾപ്പെട്ട അറബ് രാജ്യങ്ങളുടെ ഒരു സംഘടിത അന്താരാഷ്ട്ര ക്രിമിനൽ സംഘത്തെ പിടികൂടി. കുവൈറ്റ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റ്മെന്റ് ഹവല്ലി വിഭാഗമാണ് ഇവരെ പിടികൂടിയത്. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബയുടെ നേരിട്ടുള്ള അന്വേഷണത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ വിഭാഗം ഇത് കണ്ടെത്തിയത്. ഓൺലൈനിൽ വഞ്ചിക്കപ്പെട്ടതായി ലഭിച്ച ഒരു പരാതിയെ തുടർന്നാണ് കേസ് ആരംഭിക്കുന്നത്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, പ്രത്യേകിച്ച് ഹവല്ലി ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് പിൻവലിച്ച ഫണ്ടുകൾ ഒരു അജ്ഞാത അന്താരാഷ്ട്ര നമ്പർ ഉപയോഗിച്ച് കുവൈറ്റിനുള്ളിൽ സ്മാർട്ട് ഫോണുകൾ വാങ്ങാൻ ഉപയോഗിച്ചതായി കണ്ടെത്തിയത്. ഏജന്റുമാർ ഉപകരണങ്ങൾ ശേഖരിച്ച് പിന്നീട് പണമായി വീണ്ടും വിറ്റു. പ്രതികളിൽ ഒരാളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികളിൽ എത്തുന്നതുവരെ നിരവധി ഇടനിലക്കാർ വഴി പണം വിതരണം ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ കമ്പനികൾ യഥാർത്ഥ ബിസിനസ് പ്രവർത്തനങ്ങളില്ലാത്ത ഷെൽ കമ്പനികളാണെന്നും കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കുന്നതാണിതെന്നും കണ്ടെത്തി. ഈ ശൃംഖലയിലെ ആൾക്കാർ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞുടനെ തന്നെ പ്രതികൾ ഒരാൾ ജോർദാനിലേക്ക് രാജ്യം വിട്ടതായി അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് സുരക്ഷാ അധികാരികൾ ജോർദാൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പിടികൂടി രാജ്യത്തേക്ക് തിരിച്ചുവിട്ടു. ചോദ്യം ചെയ്തപ്പോൾ രാജ്യത്തിന് പുറത്തുള്ള വ്യക്തികളുടെ അഭ്യർത്ഥന പ്രകാരം നിരവധി ഫണ്ടുകൾ വെളുപ്പിക്കാനും അവർക്ക് നിയമസാധുതയുള്ള ഒരു മുഖംമൂടി നൽകുവാനും തുടർന്ന് നിരവധി വിദേശ രാജ്യങ്ങളിലേക്ക് മാറ്റാനും ലക്ഷ്യമിട്ട് ഷെൽ കമ്പനികൾ സ്ഥാപിച്ചതായി പ്രതി സമ്മതിച്ചു. ഒരു പണശേഖരണ ഏജൻസി വഴി പ്രതിയുടെ കമ്പനികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ദിവസേന ഫണ്ട് നിക്ഷേപിച്ചിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കൽ പ്രവർത്തനങ്ങളെ മറച്ചുവെക്കാൻ അദ്ദേഹം വ്യാജ ഇൻവോയ്സുകളും ബാങ്കുകളിൽ സമർപ്പിച്ചു. പ്രതിയുടെ കമ്പനികളുടെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തുകകൾ ശേഖരിക്കുന്നതിന് ഉത്തരവാദികളായ കമ്പനികൾക്കെതിരെ കുവൈത്ത് സെൻട്രൽ ബാങ്കുമായി ഏകോപിപ്പിച്ച് നിയമ നടപടികൾ സ്വീകരിച്ചു. ബാധകമായ നിയന്ത്രണങ്ങളും ആവശ്യകതകളും ലംഘിച്ച് തുകകൾ അതിൽ സൂക്ഷിച്ചതുകൊണ്ട് ഫണ്ട് കൈമാറ്റം ചെയ്തതായി അന്വേഷണത്തിൽ തെളിഞ്ഞു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.